ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ്രോയിഡ് ഫോണിൽ നാം വരുത്തേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫൈൻഡ് മൈ ഡിവൈസ് ഓൺ ചെയ്ത് വെക്കുക. പ്ലേ സ്റ്റോറിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് എന്തിനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ ഫോണിലെ ഈ ആപ്പ് വഴി അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ മറ്റൊരു സർവീസ് വഴി ഈസി ആയിട്ട് നമുക്ക് ഫോണിനെ ആക്സസ് ചെയ്യാനും നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഫോണിനെ ലോക്ക് ചെയ്ത് വെക്കാനും ഇതിനെ ഫൈൻഡ് ചെയ്യാനും അത് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് കണ്ടെത്താനും ഇനി ഒന്നിനും പറ്റില്ലെങ്കിൽ അതിനെ റീസെറ്റ് ചെയ്യാനും എറേസ് ചെയ്ത് കളയാനും വേണ്ടിയിട്ടും ക്ലീനാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സംവിധാനം വളരെയധികം ഉപയോഗപ്രദമാണ്. ഒരു ഫോൺ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്പർ 2, സിം ലോക്ക്. ഫൈൻഡ് മൈ ഡിവൈസിലൂടെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും, ലോക്ക് ചെയ്യാൻ സാധിക്കും, അതേപോലെ എറേസ് ചെയ്യാനും സാധിക്കും. ഇതെല്ലാം പറ്റും. പക്ഷേ കിട്ടുന്ന ആൾ ഒരു ഉഡായിപ്പ് ആളാണെങ്കിൽ എന്തു ചെയ്യും? ഫോൺ ലോക്കായാലും വേണ്ടിയില്ല, അവർ സിം ഊരിയെടുത്ത് അവരുടെ ഫോണിലിട്ട് എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഉത്തരം പറയേണ്ടി വരും. കാരണം സിം നമ്മുടെ പേരിലാണ് ഉള്ളത്. ഇവിടെയാണ് സിം ലോക്ക് ആവശ്യമായി വരുന്നത്. സെറ്റിങ്സിൽ സെക്യൂരിറ്റിയിൽ സിം ലോക്ക് എന്ന രീതിയിൽ കാണാൻ പറ്റും. പല ഫോണിലും പലയിടത്തായിരിക്കും, അത് നോക്കിയാൽ തന്നെ മനസ്സിലാകും. അതുകൊണ്ട് കറക്റ്റ് സ്റ്റെപ്പൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. സിം ലോക്ക് എന്നുള്ളത് 4 പിൻ നമ്പർ കൊടുക്കുക. ഈ നമ്പർ എഴുതി വെക്കാൻ മറക്കരുത്. മറന്നുപോയാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രൊവൈഡറെ വിളിച്ച്, അത് എയർടെൽ ആയാലും BSNL ആയാലും ഐഡിയ ആണെങ്കിലും, ഞാൻ ഇന്ന ആളാണ് അങ്ങനെ കുറേ ഡീറ്റെയിലൊക്കെ പറഞ്ഞ് PUK നമ്പർ കളക്ട് ചെയ്തിട്ട് വേണം അൺലോക്ക് ചെയ്യാൻ വേണ്ടി. എഴുതി വെച്ചതിന് ശേഷം മാത്രം എൻ്റർ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ ഈ സിം ഊരി വേറെ ഏതൊരു ഫോണിൽ ഇടാൻ നോക്കിക്കഴിഞ്ഞാലും ആ ഫോൺ തന്നെ ലോക്കായിരിക്കും, ഒന്നും ആക്സസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ തന്നെ വേറൊരു ഫോണിൽ ഇടുകയാണെങ്കിലും ഈ പിൻ ചോദിച്ചുകൊണ്ട് ഫോൺ ലോക്കായി നിൽക്കുന്നതാണ്. പിൻ അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സിം ലോക്ക് മറക്കാതെ ഇനേബിൾ ചെയ്യുക. നമ്പർ 3, മൂന്നാമത്തത് IMEI നമ്പർ നോട്ട് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഫോൺ നഷ്ടപ്പെട്ടു പോയാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കാൻ നേരത്തും നമുക്ക് ആവശ്യം വരിക ഈ പറയുന്ന IMEI നമ്പറാണ്. *#06# അടിച്ചു കഴിഞ്ഞാൽ IMEI നമ്പർ കാണാം. എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ ഫോണിൻ്റെ ബോക്സിൻ്റെ പിറകിലായിട്ട് IMEI നമ്പർ കാണാം. നിങ്ങളുടെ ബുക്കിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. നമ്പർ 4, നാലാമതായിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആണ്. ആരെങ്കിലും തുറന്നാൽ പ്രൊഫൈൽ പിക്ചർ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ വരും. അതിനകത്ത് കയറിയിട്ട് സെക്യൂരിറ്റി ഭാഗത്ത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കാണാം. ഇത് ഓൺ ചെയ്ത് വെക്കുക. നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം, ആരെങ്കിലും ഓപ്പൺ ചെയ്യാൻ നോക്കിയാലും നമ്മുടെ മൊബൈലിൽ OTP വരും. അതും കൂടി കിട്ടിയാലാണ് പുള്ളിക്ക് അത് ലോഗിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. കുറച്ചുകൂടി സെക്യൂരിറ്റി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്പർ 5, അഞ്ചാമതായിട്ട് വാട്സപ്പിൻ്റെ ബാക്കപ്പ് കൃത്യമായി ഓൺ ചെയ്ത് വെക്കുക. ഒരുപാട് പേർ അധികവും ചോദിക്കുന്ന ഒന്നാണ്, വാട്സപ്പ് മെസ്സേജ് ഡിലീറ്റായി പോയി, അത് തിരിച്ചു കിട്ടാൻ വല്ല വഴിയുമുണ്ടോ എന്നുള്ളത്. ഡെയിലി ബാക്കപ്പ് ഇനാബിൾ ചെയ്യാത്തവർക്കാണ് ഈ ഒരു വിഷമം വരുന്നത്. അതായത് വാട്സപ്പിൻ്റെ ചാറ്റിൽ ഈസി ആയിട്ട് ബാക്കപ്പ് ഓപ്ഷൻ എടുക്കുന്നത് കാണാം. അതിനകത്ത് ചെന്നിട്ട് ബാക്കപ്പ് ചെയ്ത് താഴെ ഇമെയിൽ ID കൂടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഡെയിലി എന്ന ഓപ്ഷൻ കൊടുത്ത് ഡെയിലി ആയിട്ട് ബാക്കപ്പ് ചെയ്യാവുന്നതാണ്. എപ്പോഴെങ്കിലും ഫോൺ ഡിലീറ്റായി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ സെയിം ഇമെയിൽ ID വെച്ച് റീസ്റ്റോർ
സെയിം ഇമെയിൽ ഐ ഡി വെച്ച് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലെ ചാറ്റ് ഹിസ്റ്ററി മുഴുവൻ അതിലുണ്ടാകും. ഇത് മറക്കാതെ ഇനാബിൾ ചെയ്ത് വെക്കുക. നമ്പർ 6, ആറാമത്തേത് റിക്കവറി ഇമെയിലാണ്. ചില സമയം നമ്മുടെ അക്കൗണ്ടിൽ ലോക്കായി പോകാൻ സാധ്യതയുണ്ട്. പാസ്വേഡോ മറ്റോ മറന്നു പോയാൽ നമുക്ക് റിക്കവറി ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല. റിക്കവറി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വഴിയാണ് രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡി. ഫോൺ നമ്പറും റിക്കവറി ഇമെയിൽ ഐ ഡിയും കൊടുക്കാൻ മറക്കരുത്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ പരമാവധി ഒഴിവാക്കുക. ബേസിക്കായിട്ട് നമ്മുടെ ഫോണിൽ വരുത്തേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഇതൊക്കെ ഒരുവിധ ആളുകൾക്കൊക്കെ ഇതറിയാം. ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് യൂട്യൂബിലും മറ്റും ഇൻഫോർമേഷനൊക്കെ കിട്ടിയിട്ടുണ്ടാകും. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൽ ഈ മാറ്റങ്ങളൊക്കെ വരുത്തി കരുതലോടെ ഇരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് നല്ല നല്ല ഇൻഫോർമേഷനുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.